നമസ്കാരം. അങ്ങനെ വീണ്ടും ഒരു കർക്കിടക മാസത്തിലൂടെ, രാമായണ മാസത്തിലൂടെ നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ കാലഘട്ടം എന്ന് പറയുന്നത്, കർക്കിടക മാസം എന്ന് പറയുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും നമ്മുടെ അസ്തിത്വത്തെ ഒന്ന് ഒന്ന് റീട്യൂൺ ചെയ്യുന്ന അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്ന സമയമാണ്. ആയുർവേദ ചികിത്സകൾ കൊണ്ട് നമ്മുടെ അതുപോലെ ആ, പലതരത്തിലുള്ള ഉപചാരങ്ങള്, ആചാരങ്ങള് ദേവാലയങ്ങളിൽ നടക്കാറുണ്ട്. ആനയൂട്ട്, അതുപോലെ പിതൃക്കൾക്കുള്ള കർക്കിടക വാവ്, ഇതൊക്കെ ഈ കാലഘട്ടത്തിലാണ് പഴയ മുത്തശ്ശിമാരൊക്കെ പറയും. ഈ കാലഘട്ടം പഞ്ഞമാസമാണ്. അതായത് പണത്തിനും ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ പണ്ട് വളരെയധികം ആ, ലഭ്യത കുറവ് അനുഭവപ്പെടുന്ന കാലഘട്ടം കൂടിയായിരുന്നു. അതേപോലെ തന്നെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഈ പ്രക്ഷുബ്ധമായ പ്രകൃതിയുടെ താണ്ഡവങ്ങൾ പലതും ഉണ്ടാവാറുണ്ട്. നമ്മൾ 2018 നമ്മൾ അനുഭവിച്ചതാണ് അല്ലേ? കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും നരകവും കാലമാം കടലിനിന്നക്കരയോ ഇക്കരയോ, കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും നരകവും കാലമാം കടലിനിന്നക്കരയോ ഇക്കരയോ, കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. അപ്പൊ വളരെ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത് ഈ കർക്കിടക മാസത്തിലൂടെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് എങ്ങനെയൊക്കെ നമുക്ക് ആധ്യാത്മികമായിട്ടും ഉണരാമെന്ന ചിന്തയായിരിക്കാം കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരെ ഈ രാമായണ മാസം, അതെ, രാമായണം പാരായണം ചെയ്തുകൊണ്ട് ഈ ദുഃഖങ്ങളെയൊക്കെ മറക്കാനും അതുപോലെ ഈശ്വരോന്മുഖമാകാനും പ്രേരിപ്പിച്ചത് ഈ ഒരു സാഹചര്യങ്ങളായിരിക്കും. അതേപോലെ ചിന്മയാനന്ദ സ്വാമികളുടെ ഇടപെടലും ഒരുപാടുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു രാമായണ മാസത്തിന്റെ ആചരണത്തിന്. അതുപോലെ ഒരുപാട് സംഘടനകൾ ഇത് കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് ഉത്സാഹിച്ചിട്ടുണ്ട്. അപ്പൊ രാമായണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അതിനെ നെഞ്ചിലേറ്റുന്നുണ്ട്. അതേപോലെ ചുരുക്കം ചില ആൾക്കാർ അതിനെ വിമർശിക്കുന്നുണ്ട്, അനാവശ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ ജാതി മതം ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു വാത്മീകി രാമായണം രചിച്ചതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാട്ടാളനായിട്ടുള്ള രത്നാകരൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് ഋഷിവര്യമാരുമായിട്ടുള്ള സത്സംഗത്തിലൂടെ ലഭിച്ച ആധ്യാത്മികമായിട്ടുള്ള സാധനാനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ ഉണ്ടായി വന്ന ഉണർവിലൂടെയും പക്വതയിലൂടെയുമാണ് അദ്ദേഹം ഈ കാവ്യരചന നടത്തുന്നത്. ആദി കാവ്യമായിട്ടാണ് രാമായണത്തെ നമ്മൾ കാണുന്നത്. ഇനി അതേ വാത്മീകി രാമായണമാണോ നമ്മുടെ ഇപ്പൊ പാരായണം ചെയ്യുന്നത് വെച്ചാൽ, മലയാളത്തിൽ പാരായണം ചോദിച്ചാൽ അതുമല്ല. വാത്മീകി രചിച്ച ഈ രാമായണം പിറന്നതിനും പിന്നീടും ഒരുപാട് കാലഘട്ടങ്ങൾക്ക് ശേഷം മറ്റൊരു സാധാരണക്കാരനായിട്ടുള്ള, ഉന്നത കുലജാതനോ ഒന്നും ആയിട്ടുള്ള ആളല്ല, സാധാരണക്കാരനായിട്ടുള്ള കൃഷ്ണദ്വൈപായനൻ എന്ന് പറയപ്പെടുന്ന ശ്രീ വേദവ്യാസ മഹർഷി എന്ന് നമ്മളെ ബഹുമാന പുരസരം കൊടുക്കുന്ന, ജാതി വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് ഇതിനെ അധ്യാത്മ രാമായണം, ഭക്തിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അധ്യാത്മ രാമായണമായിട്ട് അതിനെ ഒന്നുകൂടെ പുതിയ രീതിയിൽ അവതരിപ്പിച്ചു. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന ഈ രാമായണം, ഇപ്പോൾ നമ്മൾ വായിക്കുന്ന രാമായണം, അത് ഈ അധ്യാത്മ രാമായണത്തിന്റെ തർജ്ജമയാണ്, മലയാളത്തിലേക്കുള്ള തർജ്ജമ. ഈ തർജ്ജമ ചെയ്ത ആരാണ്? അദ്ദേഹവും സാധാരണക്കാരനായിട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയപ്പെടുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു. വലിയ കുലമഹിമകളോ ബ്രാഹ്മണ്യമോ ഒന്നും പറയാൻ അവകാശപ്പെടാനില്ലാത്ത സാധാരണക്കാരനായിട്ടുള്ള ലളിതമായിട്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് വിടർന്നു വന്ന മനോഹരമായിട്ടുള്ള കാവ്യപുഷ്പമാണ് രാമായണം എന്ന് പറയുന്നത്. പൊതുവെ നമ്മളെല്ലാവരും ഈ രാമായണം മുഴുവനും ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചു പോവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഈ രാമായണത്തിൽ ഒരുപാട് ജ്ഞാനശകലങ്ങളുണ്ട്, ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഇതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകണമെന്നില്ല. പലരും അതൊരു ഉപചാരം പോലെ വായിച്ചു പോകാനൊക്കെ. ശരിക്കും നമ്മള് ഇങ്ങനെയുള്ള കാവ്യങ്ങള്
ശ്രവണം, മനനം, നിധിധ്യാസം 3 അവസ്ഥകളിലൂടെ 3 ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോകാൻ ഋഷിവര്യന്മാർ പറയാറുണ്ട്. അത് ശ്രവിക്കുക അല്ലെങ്കിൽ പഠിക്കുക ഒന്നാമത്തെ. രണ്ടാമത് മനനം ചെയ്യുക, കൃത്യമായിട്ട് ചിന്തിച്ചെടുക്കുക, ചിന്തിച്ച് അതിന്റെ പൊരുൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തുക. ഈ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഒരു മാസം കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും വായിച്ചു തീർക്കുന്നതിന്റെ തത്രപ്പാടില് ഇത് സംഭവിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ചുരുക്കം ചിലവരിൽ സംഭവിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇതിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് വളരെയധികം ആകർഷകമായിട്ട് തോന്നുന്ന ഒരു ഭാഗം, അത് നിങ്ങളോട് മുമ്പിൽ ഓരോ എപ്പിസോഡായിട്ട് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞൊരു ഭാഗം. ആ ലക്ഷ്മണോപദേശത്തെ കുറിച്ച് ആരണ്യകാണ്ഡത്തിലെ പഞ്ചവടി പ്രവേശം എന്ന ഭാഗം ലക്ഷ്മണനെ ഭഗവാനായിട്ടുള്ളതാണ് ഉപദേശിക്കുകയാണ്. ഗുരുദേവ് ശ്രീ രവിശങ്കർ രാമനുമായിട്ട് ലക്ഷ്മണനുമായിട്ട് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുദേവ് ശ്രീ രവിശങ്കർജി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പല വേദികളിൽ പല സമയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ജ്ഞാന പരമ്പര മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ലക്ഷ്മണോപദേശത്തിന്റെ ആദ്യ ഭാഗം പറയുകയാണെങ്കിൽ എവിടെയാണ്? ആരണ്യകാണ്ഡം. അതില് ജടായു സംഗമം, പഞ്ചവടി പ്രവേശം, അതെല്ലാം കഴിഞ്ഞ് വരുന്ന ചാപ്റ്ററാണ് ശൂർപ്പണാഗമനം. ആ ഭാഗത്തിന് തൊട്ട് മുൻപാണ് ഈ ലക്ഷ്മണോപദേശം കിടക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ ചുരുക്കി പറയുകയാണെങ്കിൽ രത്നാകരൻ അല്ലെങ്കിൽ വാത്മീകി മഹർഷി രചിച്ച വാത്മീകി രാമായണം, അതിനെ കുറച്ചുകൂടി ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് അധ്യാത്മരാമായണം എന്ന പേരിൽ വ്യാസമഹർഷി വീണ്ടും റീറൈറ്റ് ചെയ്ത് രചിച്ചു. ആ അധ്യാത്മരാമായണത്തിന്റെ മലയാളം പതിപ്പ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ കിളിപ്പാട്ടിലൂടെ എഴുത്തച്ഛനെഴുതുന്നൊരെഴുത്തോലയിൽ എഴുന്നള്ളുന്നൊരു 100 മലയാളങ്ങൾ, എഴുത്താണിയുറയുന്നൊരെഴുത്തോലയിൽ ചിറകടിച്ചുയരുന്നു പൈങ്കിളികൾ. എഴുത്തച്ഛനെഴുതുന്നൊരെഴുത്തോലയിൽ എഴുന്നള്ളുന്നൊരു 100 മലയാളങ്ങൾ, എഴുത്താണിയുറയുന്നൊരെഴുത്തോലയിൽ ചിറകടിച്ചുയരുന്നു പൈങ്കിളികൾ. അതെ, എഴുത്തച്ഛന്റെ വാത്മീകി മഹർഷിയുടെ വ്യാസമഹർഷിയുടെയൊക്കെ ഹൃദയത്തിൽ അമൃതം പോലെ വിളങ്ങിയ ആ ജ്യോതി, രാമൻ എന്ന പേരിന്റെ തന്നെ അർത്ഥം ഗുരുദേവ് പറയുന്നത് ജ്യോതി, അവനവന്റെ തന്നെ ഉള്ളിലുള്ള ജ്യോതി എന്നാണ് അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ യോഗശാസ്ത്ര പ്രകാരം മണിപൂരക ചക്രം, നമ്മുടെ നാഭിക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന അവിടെയുള്ള സ്വരമാണ് റാം എന്നൊക്കെ പറയുന്നത്. രാമൻ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ അനന്തമായ ജ്യോതി. ആ ജ്യോതിയെ വീണ്ടും ഉത്തേജിപ്പിച്ച് അതിനെ കൂടുതൽ സമ്പുഷ്ടമാക്കിയിട്ടാണ് വാത്മീകി മഹർഷി ഈ മഹത്തായ കൃതി രചിച്ചത്. അപ്പോ നമുക്കും കടക്കാമല്ലേ ആ രാമന്റെ ഗീതോപദേശത്തിലേക്ക്. ശ്രീരാമ ഗീത എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്, ശ്രീരാമഗീത. ഇവിടെ തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടൽ തീരത്ത് രാമൻ വെറുതെ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. കടൽ തീരത്തെ പ്രകൃതിയുടെ കാറ്റും അതെല്ലാം, കാറ്റും കുളിർമയൊക്കെ ആസ്വദിച്ച് രാമൻ സദാ സ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ പതുക്കെ വന്നു ചേരുകയാണ് രാമന്റെ അടുത്തേക്ക്. ലക്ഷ്മണൻ എന്താണ് ചോദിച്ചതെന്നുള്ളത്, രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലക്ഷ്മണനൊരു ദിനം
ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കുപ്പി വിനയാൻവിതനായി ചൊല്ലാം. ലക്ഷ്മണനൊരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കുപ്പി വിനയാൻവിതനായി ചൊല്ലാം. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലക്ഷ്മണനൊരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കുപ്പി വിനയാൻവിതനായി ചൊല്ലാം. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം.